വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അവിടെ അനുപല്ലവിയാണെങ്കിൽ ആ ദീപുവിൻ്റെ കുടുംബത്തിന് താമസിക്കാനായിട്ട് ഒരു ആശ്രമത്തിൽ വിളിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. പക്ഷേ അത് ശാരദാമ്മയുള്ള ആശ്രമമല്ല. പിന്നെ സ്വാമി സ്വരൂപാനന്ദ ഒരു സുസ്മിത ഒക്കെയുള്ള ആ ഒരു പൂർണ്ണ സ്വരൂപാനന്ദ ആ ഒരു പേര് പറയുന്നുണ്ടല്ലോ, ആ ഒരു ആശ്രമത്തിലാണ്. തുടർന്ന് ശാലിനി അനുപല്ലവിയും കൂടി തന്നെയാണ് അവരെ കൊണ്ട് ആ ഒരു ആശ്രമത്തിലേക്ക് ചെല്ലുന്നത്. അന്നേരം ആ സ്വാമിയെ കാണുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്നേരം അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സുഹാസിനി ദേവിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ തുടർന്ന് ഇവരെല്ലാവരെയും കൊണ്ട് ഇങ്ങനെ ആശ്രമത്തിനകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം അവിടെ സുസ്മിതയാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒക്കെ ഇരുന്ന് ഭജനമൊക്കെ പാടുന്ന ആ ഒരു സീനാണ്. തുടർന്ന് ഇതാണ് എന്ന് പറഞ്ഞ് ചെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ്, ഇങ്ങനെ മുഖം തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അത് ശാലിനിക്ക് സുസ്മിതയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. തുടർന്ന് അവിടെ കാര്യങ്ങളൊക്കെ, പക്ഷേ ആദ്യം ഇവർ പരിചയഭാവം കാണിക്കുന്നില്ല. ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടെ സുസ്മിതയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കുന്നുണ്ട്. അതിനുശേഷം സുസ്മിതയും പിന്നെ ശാലിനിയും കൂടി ഇങ്ങനെ നേർക്കുനേർ കാണുന്നുണ്ട്. അങ്ങനെ സുസ്മിതയുടെ വീണ്ടും പുതിയ വേഷം കെട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അനുപല്ലവിയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് നിൻ്റെ അവസാനത്തെ കളിയാണ്, ഓർത്തു വെച്ചോ എന്നിങ്ങനെ ശാലിനി സുസ്മിതയോട് ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ട്. അന്നേരം നിൻ്റെ അടക്കം ഞാൻ നടത്തും എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം നീ ചെയ്ത് കാണിക്കുക, അപ്പോഴത്തേക്ക് നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കും എന്നിങ്ങനെ ശാലിനിയും തിരിച്ച് വെല്ലുവിളി എന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവരെ അവിടെ ആക്കിയിട്ട് ശാലിനിയും അനുപല്ലവിയും കൂടി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കാണിക്കുന്ന സീനിൽ ശിവനെ കാണാനായിട്ട് ആ ഒരു മഹേന്ദ്രനാണെങ്കിൽ ആ ശിവൻ്റെ അസുഖത്തിൻ്റെ വിവരമൊക്കെ അറിഞ്ഞിട്ട് വീണ്ടും ശിവനിങ്ങനെ സൂക്ഷിച്ചാൽ മാത്രമേ വീണ്ടും അസുഖം വരാതിരിക്കൂ എന്നുള്ളത് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ മഹേന്ദ്രനാണെങ്കിൽ ശിവനെ കാണുകയും വേണം. അതനുസരിച്ച് ആ ഒരു വാശിയും ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് മഹേന്ദ്രനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അവർ വേലായുധൻ്റെ വാടക വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ കാറിൽ നിന്നും മഹേന്ദ്രൻ ഇറങ്ങാനൊരു മടി എന്ന പോലെ. തുടർന്ന് ശിവൻ ചെന്നിങ്ങനെ ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുന്നതാണ്, നോക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ഇറങ്ങുന്നത് സംസാരിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ശിവനെ കണ്ടിട്ട് പോകുന്ന സീനും കാണിക്കുന്നുണ്ട്. വളരെ വിഷമിച്ചൊക്കെ മഹേന്ദ്രൻ തിരിച്ചു പോവുകയാണ്. അന്നേരം ചന്ദ്രയാണെങ്കിൽ ശിവനോട് പറയുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ, അച്ഛൻ മനസ്സ് നിറയെ സ്നേഹമാണ്, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ശിവനും ആ ഒരു അച്ഛനോട് ആ ഒരു പഴയ സ്നേഹം ഇങ്ങനെ തോന്നുകയാണ് ചെയ്യുന്നത്. ശിവന് മഹേന്ദ്രനോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ തന്നെ ആ ചന്ദ്രയുടെ കാര്യത്തിലും പിന്നീട് ഒരു ശിവൻ സത്യഭാമയുടെ വീട്ടിൽ പോകുന്നതൊക്കെ മഹേന്ദ്രനെ എതിർക്കുന്നത് കൊണ്ടാണ് ശിവൻ അവിടെ നിന്നിപ്പോൾ വിട്ടു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇനി എന്താകുമെന്നുള്ളതാണ്. ഇനി സുസ്മിതയും ശാലിനിയും തമ്മിലുള്ള കുറേ സീനുകളൊക്കെ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. പിന്നെ ശാരദാമ്മയുടെ എവിടെയാണ് എന്താണ് എന്നുള്ളത് കാണിച്ചിട്ടില്ല. ഇതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.